نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട ചക്രമക്കും രണ്ടാം ക്ലാസ്സിന്റെ അറബിയുടെ ഇമ്പോർട്ടന്റ് പാർട്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. എന്താണ് ഇമ്പോർട്ടന്റ് പാർട്സ്? ഈ ഇമ്പോർട്ടന്റ് പാർട്സ് പഠിച്ചാൽ എന്താ സാറേ ഗുണം എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് നമുക്ക് ഉഷാറായിട്ട് പരീക്ഷ എഴുതാം, നല്ല ഉഷാറായിട്ട് നല്ല മാർക്ക് കിട്ടും, ഫുൾ മാർക്ക് കിട്ടും. അതന്നെയാണ് ഗുണം, വേറെ ഗുണങ്ങളൊന്നുമില്ല. യെസ് ഗൈസ്, നേരെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. അറബിയുടേതും മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും ഇമ്പോർട്ടന്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ PDF കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തോടെ ഇങ്ങനെ ഒരു സാധനം പോകുന്നുണ്ട്. അതേപോലെ എന്താണ് പറയുന്നത് അതേപോലെ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, പിന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഷോർട്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ. ഓക്കെ, അതൊക്കെ ലൈക്കുകൾ കാര്യങ്ങൾ കമന്റുകളൊക്കെ ഇടാറുണ്ട്, ഭയങ്കര സന്തോഷം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യുക. നേരെ നമ്മൾ പോവുകയാണ്. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്? എങ്ങോട്ട് നമ്മൾ പോകുന്നു? നേരെ നമ്മൾ പോകുന്നത് ഇവിടെ ഇമ്പോർട്ടന്റ് വേർഡ്സ് നോക്കാനാണ് അല്ലേ. അൽ ആലമുൽ അജീബ് എന്ന് പറഞ്ഞ അത്ഭുത ലോകം എന്ന് പറയുന്ന ഒരു പാഠമാണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. അത്ഭുത ലോകം അല്ലേ. ഇവിടെ ഈ യൂണിറ്റ് പ്രധാനമായും സാങ്കേതിക വിദ്യയെയും അതേപോലെ തന്നെ ടെക്നോളജി അല്ലെ, അത്ഭുതകരമായ അറിവുകളെയും കുറിച്ചുള്ളതാണ്. കമ്പ്യൂട്ടർ, റോബോട്ട് തുടങ്ങിയ ആധുനിക ഉപകരണങ്ങളെ ലളിതമായി അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നു അല്ലെ. അൽ ആലമുൽ അജീബ് എന്ന് പറഞ്ഞ ഈ ഒരു അത്ഭുത ലോകം എന്ന് പറയുന്ന ആ പാഠത്തിലൂടെ കമ്പ്യൂട്ടറും റോബോട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ടെക്നോളജികളാണ് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിൽ പ്രധാനമായിട്ടുള്ള സംഭവം അൽ ഇൽമു ബഹറുൻ എന്ന് പറഞ്ഞതാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ കടലാണ് എന്നാണ് അല്ലെ. കടലാണ്. അത് പഠിച്ചാലും നമുക്ക് ഇനിയും പഠിക്കാനുണ്ടാവും അല്ലെ. ഒരുപാട് അറിവുകൾ നമുക്ക് നേടാനുണ്ടാവും. ഇൽമു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതൊരു മനോഹരമായ ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്, ഇൽമു ബഹറും എന്ന് പറയുന്നത് അല്ലെ. അവിടെ അറിവിന്റെ പ്രാധാന്യത്തെ ആധുനിക ഉപകരണങ്ങൾ അറിവ് നേടാൻ നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്നും ഇവിടെ വിവരിക്കുന്നു അല്ലെ. ബട്ടണുകൾ അമർത്തിക്കൊണ്ട് രഹസ്യങ്ങൾ അറിയാനും തെറ്റുകൾ തിരുത്താനും കമ്പ്യൂട്ടറുകൾ സഹായിക്കുന്നു. കണക്കുകൾ കൃത്യമായി കൂട്ടാൻ ഇത് ഉപകരിക്കുന്നു എന്നൊക്കെ ഈ ഒരു പാഠത്തിൽ കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചൊന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അല്ലെ. അതിന് പിന്നെ റോബോട്ടിന്റെ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് അല്ലെ. യൂണിറ്റിലെ ചിത്രങ്ങളിൽ ഒരു റോബോട്ടിനെ കാണാം അല്ലെ. ആ ഒരു ചിത്രങ്ങൾ നമുക്ക് റോബോട്ടിനെ കാണുന്നുണ്ട്. ഒരു യന്ത്രമനുഷ്യൻ എന്ന നിലയിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാൻ റോബോട്ടിന് കഴിയുമെന്ന് ഈ ഭാഗം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അസ്റാർ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങളിൽ, അസ്റാർ രഹസ്യം, അതെ, അസ്റാർ ബട്ടനുകൾ, അർക്കാമ് എന്ന് പറഞ്ഞാൽ അക്കങ്ങള്, അഹ്ത്വാ എന്ന് പറഞ്ഞാൽ തെറ്റുകള്, അതേപോലെ തന്നെ കടല് ബഹറാണ്, ഷബക്ക് നമുക്കറിയാം, വല, നെറ്റ്വർക്ക്, മിസ്ത്വറ, സ്കെയില്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വാക്കുകൾ നമുക്കിതിൽ അറിയണം, കുറച്ച് സാധനങ്ങൾ നമുക്കിത് അറിയണം. അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം. സെറ്റാണോ? റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ഇവിടെ നോക്ക്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതെന്തായാലും നിങ്ങൾക്ക് അറിയണം. ഈ സാധനങ്ങൾ എന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ സാധനങ്ങൾ. ഈ പേജിൽ ഈ സാധനം എൻ്റെ മക്കൾ പഠിക്കാതെ പോകരുത്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ വായിക്കേണ്ടല്ലോ. ദുമ്യ, മുക്കഅബാത്ത്, ഷത്റൻജ്, അതേപോലെ തന്നെ തൊബ്ല്, ത്വാബ, മിൽറബ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയണം. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നിർബന്ധമാണ് പഠിക്കല്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫറാവില, അദസ്, ബുർത്തുഖാല്, തൂത്തുൻ, ജുവാഫ, ജസറുൻ, ബാമിയ, കർവൻ, കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾ ഏതാണ്, ഫ്രൂട്ട്സ് ഏതാണ്, ഹലറവാത്ത് ഏതാണ്, ഫവാക്കിഹ് ഏതാണ് എന്നിട്ട് മക്കൾ പഠിക്കണം. നിർബന്ധമുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാറ് പറയുന്ന ഈ കാര്യങ്ങൾ പഠിച്ചോളി, പരീക്ഷയ്ക്ക് വരും. നെക്സ്റ്റില് അവിടെ നോക്കൂ. ആ ഫറാവിലത്തുൻ സ്വഈറത്തുൻ അല്ലെ, സ്ട്രോബറി ചെറുതാണ്, സ്വഈറത്തുൻ അല്ലെ, ലദീദത്തുൻ, അതേപോലെ തന്നെ ത്വാസജുൻ, തൊവീലുൻ, ഇതൊക്കെ നമുക്ക് ഈ വാക്കുകളൊക്കെ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. ഈ 4 വാക്കുകൾ എന്താന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. റെഡിയാണോ? നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റിൽ ഇവിടെ നോക്കൂ. അൽ ഖാരിബു സ്വഈറുൻ, ചെറുത്, ഹഫാറത്തുൻ കബീറത്തുൻ അല്ലെ, ജറാറുൻ ജമീലുൻ, ഹാഫിലത്തുൻ ജമീലത്തുൻ അല്ലെ. നോക്കൂ നിങ്ങള്, ഖാരിബ് സ്വഈറുൻ, ഹഫാറത്ത് കബീറത്തുൻ അല്ലെ, സ്വഈറ് സ്വഈറത്ത്, കബീർ കബീറത്ത്,
ജമീല് ജമീലത്ത്. ആണ് വരുമ്പോ എന്ത് ഉപയോഗിക്കും, പെണ്ണ് വരുമ്പോ എന്ത് ഉപയോഗിക്കും എന്നൊക്കെ നമുക്കറിയാം അല്ലെ. ഇവിടെ ഹാഫിലെ പെണ്ണായത് കൊണ്ടാണ് അവിടെ ജമീലത്തുൻ എന്ന് പറഞ്ഞത് അല്ലെ. ഹാഫിലത്തുൻ ജമീലത്തുൻ അല്ലെ. അതേപോലെ ഇങ്ങനെയുള്ള ഈ വാക്കുകൾ ആണ് വന്നാൽ എന്ത് ഉപയോഗിക്കും, പെണ്ണ് വന്നാൽ എന്ത് ഉപയോഗിക്കും എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു പാഠത്തിൽ തന്നെ അൽ ഖലമു ത്വീലുൻ, അൽ ഖലമു ഖസീറുൻ. നോക്കേ, വലുത് ചെറുത് അല്ലെ, നീളമുള്ളത് ചെറുത് അല്ലെ. ത്വീലുൻ ഖസീറുൻ അല്ലെ. ഇത് ഖസീറാണ്, ഇത് ത്വീലാണ് അല്ലെ. ഇത് ഖസീറാണ്, ഇത് സോറി മാറിപ്പോയല്ലോ പറഞ്ഞ്. തൊവീല് എന്ന് പറഞ്ഞാൽ വലുതല്ലേ അല്ലേ, ആണിതാ തൊവീല്. ഇത് ഖസീർ അല്ലെ. ഇത് ബൈത്തു കബീറുൻ, വലിയ വീട്. കബീറുൻ. അൽ ബൈത്തു സഈറുൻ, ചെറിയ വീട്. ബൈത്തു കബീറുൻ, വലിയ വീട്. ബൈത്തു സഈറുൻ, ചെറിയ വീട് അല്ലെ. ഖുറത്തുൻ കബീറത്തുൻ, വലിയ ബോള്. ഖുറത്തുൻ സഈറത്തുൻ, ചെറിയ ബോള്. കണ്ടോ ഇവിടെ കബീറുൻ, ബൈത്ത് വന്നപ്പോ കബീറുൻ എന്നാ പറഞ്ഞത്. ഖുറത്ത് വന്നപ്പോ എന്താ പറഞ്ഞത്, കബീറത്തുൻ എന്നാണ് വന്നത് അല്ലെ. പെണ്ണും ആണും തമ്മിലുള്ള വ്യത്യാസം അല്ലെ നമുക്കറിയാം. പെണ്ണ് വരുമ്പോൾ എന്ത് ഉപയോഗിക്കും, ആണ് ഇത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും ഈ സാധനം വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഹാത്താ എവിടൊക്കെ വരുന്നോ അത് പെണ്ണായിരിക്കും. നോക്കുങ്ങൾ, ഖുറത്തിൽ ഇവിടെ ഹാത്താ വന്നു, ഖുറത്തിൽ ഹാത്താ വന്നു, അതുകൊണ്ടാണ് കബീറുൻ എഴുതാതെ കബീറത്തുൻ എന്ന് എഴുതിയത് അല്ലെ. ബൈത്തില് നോക്ക് നിങ്ങൾ, ഹാത്താ ഒന്നുമില്ല, അത് ആണാണ്, അതുകൊണ്ടാണ് കബീറുൻ എന്ന് എഴുതിയത്. ഇനി ഇത് പെണ്ണായില്ലെങ്കിൽ സബൂറത്തുൻ കബീറത്തുൻ, വലിയ ബോർഡ് എന്നാ പറയുക, അല്ലാണ്ട് സബൂറത്തുൻ കബീറുൻ എന്നല്ല പറയാ. ഓക്കെ, അതേപോലെ ഇതേപോലെയുള്ള സാധനങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. നിർബന്ധമുള്ള കാര്യമാണ്, നിർബന്ധം. അതേപോലെ ദറാജത്തി ജദീദത്തുൻ അൽവാനുഹാ ജമീലത്തുൻ ദറാജത്തി സഈറത്തുൻ അഷ്കാലുഹാ അജീബത്തുൻ. അതേപോലെ തന്നെ സയ്യാറത്തി, അതേപോലെ തന്നെ അടുത്ത സാധനത്തിന്റെ പേര്, അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പാട്ട് വരികൾ പൂരിപ്പിക്കാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിച്ചത് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോയിക്കോളി. ഈ പേജ് നിർബന്ധമായിട്ട് നോക്കിയിട്ട് പോയിക്കോളി. അടുത്തത് യൂണിറ്റ് 6 അല്ലെ. യൂണിറ്റ് 6 നമുക്കറിയാം ഒരു സന്തോഷമുള്ള ഖറിയത്തുൻ സഈദ എന്ന് പറഞ്ഞ സന്തോഷമുള്ള ഒരു ഗ്രാമത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ അധ്യായം ഒരു ഗ്രാമത്തിലെ ക്ലബ്ബായ നാദി നുജൂം അല്ലെ, സ്റ്റാർ ക്ലബ്ബ് എന്ന് പറയുന്ന അവർ നടത്തുന്ന ഗ്രാമോത്സവങ്ങളെ കുറിച്ചും അല്ലെ, മെഹ്റജാൻ അവിടെ നടക്കുന്ന മത്സരങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് അല്ലെ. എന്തൊക്കെ മത്സരം, കുറെ മത്സരങ്ങളുടെ പേര് പഠിക്കാറുണ്ട് അല്ലെ. പ്രധാനമായിട്ട് എന്താ, സംഭാഷണമാണ് അല്ലെ. രാഹുൽ, ജോർജ്, ഫഹീം എന്നീ കൂട്ടുകാർ തമ്മിലുള്ള സംഭാഷണത്തിലൂടെയാണ് പാഠം തുടങ്ങുന്നത്. അവർ ഗ്രാമത്തിലെ മൈതാനത്ത് നടക്കാൻ പോകുന്ന ഉത്സവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കുകൾ, മസാ ഉൽ ഖൈർ, മസാ ഉൻ നൂർ, ഇല ഐന, ഇലൽ മൈദാൻ അല്ലെ, ഗുഡ് ഈവനിങ്. അതേപോലെ തന്നെ എങ്ങോട്ടാ പോകുന്നത്, മൈതാനത്തേക്കാ പോകുന്നത്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഈ ഒരു പാഠത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് ഇല്ലേ. ഇനി അടുത്തതോ, ഗ്രാമോത്സവത്തിലെ മത്സരങ്ങളാണ്. മൈതാനത്ത് ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രധാന മത്സരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പരീക്ഷയ്ക്ക് ഈ മത്സരങ്ങളുടെ പേരുകൾ വളരെ പ്രധാനമാണ് അല്ലേ. ആണുവല്ലേ. നോക്ക്, ഇവിടെ റുക്കൂബ് ദറാജ സൈക്കിൾ റേസ്, പിന്നെയോ ലഅബത്തു കറാസി മ്യൂസിക്കൽ ചെയർ, കസ്റു ജറ ഉറിയടി, ഷദ്ദു ഹബില് വടംവലി അല്ലെങ്കിൽ കമ്പവലി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, ഷദ്ദുൽ ഹബ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പേരുകൾ പഠിക്കാണ്ട് പരീക്ഷക്ക് പോണ്ട. നിങ്ങളോട് ഒരു രണ്ട് പാഠത്തിൽ 10-20 പേജ് 10-40 പേജുള്ള 2 പാഠത്തിൽ മുഴുവനുള്ള സാധനത്തിന് എന്തോ ഒരു ചെറിയ 2 പേജാ പഠിക്കാൻ പറയുന്നത്. അത് പഠിക്കാണ്ട് പരീക്ഷക്ക് പോകണ്ട, വട്ടക്കുമ്പളം കേൾക്കും അല്ലെ. സാധനമൊക്കെ അറിയാം, നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്, വേറെ ഒന്നുമില്ല. എന്തൊക്കെയാണെന്നുള്ളത് പറയുന്നതേ ഉള്ളൂ അല്ലെ. പിന്നെ ഇത് നിങ്ങൾ കണ്ടോ, ഇത് നിങ്ങൾ എഴുതിയതാണല്ലോ അല്ലെ. ഇതിന്റെ പേരൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, നിങ്ങൾ താഴോട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു. അത്ര മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഇതേപോലെ പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ചോദിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളൊക്കെ തന്നിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ഇത് മാറ്റിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ വെച്ച് തരും, ഇവിടെ ചിത്രങ്ങൾ വെച്ച് തരും. എന്നിട്ട് നിങ്ങളോട് അതിന്റെ പേര് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എഴുതാൻ വേണ്ടി പറ്റണം. മനസ്സിലായോ? കമ്പ്യൂട്ടറിന്റെ ചിത്രങ്ങൾ ചിലപ്പോൾ വെച്ചിട്ട് തരും. അങ്ങനെയൊക്കെ തരാം പരീക്ഷയ്ക്ക്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും അറബിയിൽ ചോദിക്കുക. നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സും ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുണ്ട്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം, അത് ഉറപ്പുള്ള കാര്യമാണ് മക്കളെ. അടിച്ചു പൊളിച്ച് പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വരണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള വീഡിയോ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ, ലവ് യു ഗൈസ്.